നമസ്കാരം. സ്പാനിഷ് പ്രളയത്തിൽ മരണസംഖ്യ 400 ആയപ്പോൾ കൂടുതൽ ഭീതിതമായ കഥകളാണ് പുറത്തുവരുന്നത്. മരണമടഞ്ഞ സഹോദര പത്നിയുമായി കാറിൽ കുടുങ്ങിപ്പോയ ഒരു സ്ത്രീയെ 3 ദിവസങ്ങൾക്കകം രക്ഷിക്കാനായി എന്നതാണ് ഭയത്തോടൊപ്പം അല്പം ആശ്വാസം പകരുന്ന വാർത്ത. വലൻസിയയിലെ വെള്ളം കയറിയ ഗ്യാരേജുകളിലും കാറുകൾക്കുള്ളിലും ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. ഇനിയും 2000-ഓളം പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കുന്നുകൂടിയ വാഹന കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നും കരച്ചിൽ കേട്ടാണ് രക്ഷാപ്രവർത്തകർ പേര് വെളിപ്പെടുത്താത്ത ഈ സ്ത്രീയെ രക്ഷിച്ചത്. ശക്തമായ കുത്തൊഴുക്കിൽ കാർ ഒരു റെയിൽവേ ടണലിനുള്ളിൽ കുടുങ്ങിപ്പോവുകയും ഇവരുടെ വാഹനങ്ങൾക്ക് മീതെ വേറെ വാഹനങ്ങൾ വന്നടിയുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വലൻസിയ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തിലുള്ള 2 പട്ടണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈനിലെ ടണലിലായിരുന്നു സംഭവം. പ്രാദേശിക പ്രൊട്ടക്ഷൻ സിവിൽ പ്രസിഡന്റ് മാർട്ടിൻ പ്രസാണ് ഈ സ്ത്രീയെ കണ്ടെത്തിയ വിവരം മാധ്യമങ്ങളെ അറിയിച്ചത്. 3 ദിവസങ്ങൾക്ക് ശേഷം ഒരു വ്യക്തിയെ കാറിൽ ജീവനോടെ കണ്ടെത്തിയെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതേസമയം 400 പേരിലധികം പേരുടെ മരണത്തിനിടയാക്കിയ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് യഥാസമയത്ത് മുന്നറിയിപ്പ് നൽകാത്ത അധികൃതരോടുള്ള ജനരോക്ഷം ശക്തമാവുകയാണ്. അതിനിടയിലാണ് 2000 വർഷം പഴക്കമുള്ള റോമാകാലത്തെ ഒരു അണക്കെട്ട് ഒരു പട്ടണത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിച്ച വാർത്തയെത്തുന്നത്. പല സ്പാനിഷ് നഗരങ്ങളും വെള്ളത്തിൽ മുങ്ങിയ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും പ്രചരിക്കുമ്പോൾ ആശ്വാസത്തോടൊപ്പം അത്ഭുതവും നൽകുകയാണ്. ആരഗോണിൽ വീടുകളിൽ നിന്ന് ഏതാനും മാത്രം അകലെയായി വെള്ളം മലമുകളിൽ നിന്ന് താഴേക്ക് കുതിച്ചു ചാടുന്ന ചിത്രം പുരാതന റോമൻ എഞ്ചിനീയറിംഗിന്റെ ഒരു അത്ഭുതമായിരുന്നു അത്. നിറഞ്ഞു കവിഞ്ഞ പ്രളയജലത്തെ വഴിതിരിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ എത്താതെ മലമുകളിൽ നിന്ന് താഴേക്കൊഴുക്കിയ ആ വിസ്മയത്തിന് 2000 വർഷത്തെ പഴക്കമാണുള്ളത്. ആൽമോനാസിസ് ഡി ലാ ക്യൂബ എന്ന പട്ടണത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതായത് സ്പെയിനിലെ വിഴുങ്ങിയ പ്രളയത്തിൽ നിന്ന് ഈ പട്ടണവാസികൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു.